ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ 2025 ഇതുവരെ ലോഞ്ച് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോണിനെ കുറിച്ചാണ്. പറഞ്ഞു വരുന്ന വേറൊന്നിനെ കുറിച്ചല്ല, മോട്ടോ H60 സ്റ്റൈലസിനെ കുറിച്ചാണ്. പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ സ്റ്റൈലസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഇങ്ങനെ വെറുതെ ബോക്സിൽ കിട്ടുന്നതല്ല, ഇത് മൊബൈലില് ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റൈലസ് ആണ്. അതായത് സാംസങ്ങിന്റെ അൾട്രാ സീരീസിലൊക്കെ ഉള്ള S Pen പോലെ തന്നെ ഉള്ള ഒരു സാധനമാണ് ഇത്. ഇത്രയൊക്കെ ഉള്ള ഒരു ഫോണിന്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതിപ്പോ ജസ്റ്റ് 21,000 ആണ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ ഈ സ്റ്റൈലസും അതിനെ കൊണ്ട് മൊബൈലിൽ ഉണ്ടായിരിക്കുന്ന അപ്ഗ്രേഡ്സും പിന്നെ ആ അപ്ഗ്രേഡ്സ് കാരണം വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് എടുത്തു മാറ്റിയോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പിന്നെ ലൈക്ക്, ഷെയർ, കമന്റ് ഒന്നും വിട്ടോണ്ട. 21,000 ബാക്കിയുള്ള ഫോൺസിൽ നിന്നും ഈ ഫോണിനെ വേറിട്ട് നിർത്തുന്ന സ്റ്റൈലസ് തന്നെ നമുക്ക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഫോണിന്റെ ചാർജിംഗ് പോർട്ടൊക്കെ വരുന്ന ബോട്ടം സൈഡില് ഇൻബിൽഡ് ആയിട്ടാണ് ഈ മെറ്റൽ സ്റ്റൈലസ് ഉള്ളത്. ഇനി ഇതിനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. ഈ സ്റ്റൈലസ് നമ്മൾ പുറത്തെടുക്കുമ്പോൾ തന്നെ പോപ്പപ്പ് ആയിട്ട് മോട്ടോ നോട്ടും പിന്നെ കുറെ ഓപ്ഷൻസും വരും. അതിൽ മോട്ടോ നോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്തെങ്കിലും സ്ക്രിബിൾ ചെയ്യാം, വരയ്ക്കാം, എഴുതാം, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നൈസ് ചെയ്ത് അത് ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനും പിന്നെ നമ്മൾ വരയ്ക്കുന്ന സ്കെച്ച് AI വെച്ച്, അതായത് മോട്ടോ AI വെച്ചിട്ട് റിയലിസ്റ്റിക്കോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഇമേജിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. മോട്ടോ നോട്ട്സിൽ മാത്രമല്ല, മോസ്റ്റ്ലി എല്ലാ ആപ്സിലും ഈ ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നൈസ് ചെയ്ത് ടെക്സ്റ്റ് ആക്കി തരും. ജസ്റ്റ് ഈ പെന്ന് വെച്ചിട്ട് സെർച്ച് ബാറിൽ എഴുതി കഴിഞ്ഞാൽ സെർച്ച് റിസൾട്ട്സ് ഒക്കെ തരും. ഇതിൽ പാം പ്രൊജക്ഷൻ ഉണ്ട്, അതായത് നമ്മൾ പെന്നുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ഡിസ്റ്റർബ് ആവില്ല. നമുക്ക് പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. നോർമൽ സ്ക്രീൻഷോട്ട് മാത്രമല്ല, ഫ്രീ ക്രോപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ വരയ്ക്കുന്ന ഏരിയയിൽ എന്തൊക്കെയാണോ വരുന്നത് അത് മാത്രം നമുക്ക് കട്ട് ഔട്ട് ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു സാധനം ഏതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ അതുപോലെ വരച്ച് നമുക്ക് കട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ മോട്ടോറോളയിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡയറക്ട്ലി ഗൂഗിൾ ഫോട്ടോസിലേക്കാണ് പോവാറ്. അപ്പം അതിൽ ഒരു മാജിക് എറേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, AI ഫീച്ചറാണ്. അപ്പം അതിലിപ്പം ഇത്തിരിയും കൂടെ പ്രിസൈസ് ആയിട്ട് മാജിക് എറേസ് ചെയ്യാനോ കട്ട് ഔട്ട് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഷിഫ്റ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ നമുക്ക് ഈ പെന്ന് ഇത്തിരിയും കൂടെ പ്രിസിഷൻ. ഈ സ്റ്റൈലസിനെ കൊണ്ടുള്ള വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം iPad ലോഞ്ച് ചെയ്തപ്പം അതിൽ പറഞ്ഞിരുന്നു നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എന്തെങ്കിലും കാൽക്കുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി AI വെച്ച് സോൾവ് ചെയ്ത് തരുമെന്ന്. സംഭവത്തിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ, അതായത് ഗ്രാഫ് സംഭവങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല, ബട്ട് ഇതിൽ നോർമൽ കാൽക്കുലേഷൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് തരും. ഈ സ്റ്റൈലസ് മോട്ടോറോളയുടെ ആപ്സിൽ മാത്രമല്ല പല തേർഡ് പാർട്ടി ആപ്സിലും കോമ്പാക്റ്റബിൾ ആണ്. സ്റ്റൈലസ് പുറത്തെടുക്കുമ്പോൾ പോപ്പപ്പ് മെനുവിൽ വരുന്നതിൽ ഒരു ലൈവ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ നമ്മൾ എന്താണോ എഴുതുന്നത് ആ എഴുതിയ പാത്ത് പിന്നെയും ആനിമേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അതായത് നമ്മൾ എങ്ങനെയാണോ എഴുതിയത് അത് ഒന്നും കൂടെ എഴുതി കാണിച്ചു തരും ലൈവായിട്ട്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ പ്രൈസ് റേഞ്ച് കിട്ടുന്നതുകൊണ്ട് ഇതിന് അതിൻ്റെതായ ചില കുറവുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ സ്റ്റൈലസ് ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്നതല്ല. അതായത് ഈ എയർ ആക്ഷൻസ് ഇത്തിരി ഇങ്ങനെ വിട്ടു നിന്ന് സ്ക്രോൾ ഡൗണും സ്ക്രോൾ അപ്പും, ഇങ്ങനെ ആക്കുമ്പോൾ സൂമും ഇങ്ങനെ ആക്കുമ്പോൾ സൂം ഔട്ടും അങ്ങനത്തെ ഒരു പരിപാടി ഇതിൽ നടക്കില്ല. ഇതിന് മാത്രം കുറ്റം പറയണ്ട, ഇപ്പം യൂസേഴ്സ് അങ്ങനത്തെ പരിപാടി അധികം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ S25 Ultra വരെ അതെടുത്ത് മാറ്റി. ഈ പ്രൈസിൽ കിട്ടുന്ന ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഈ പെന്നിൽ ഒരു ചെറിയ ലേറ്റൻസി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പെന്ന് മൂവ് ചെയ്യുന്നതിനെക്കാട്ടും ഇത്തിരി ലാഗിലാണ് ഡിസ്പ്ലേയിൽ ആ മൂവ് ചെയ്ത പാത്ത് കാണിക്കുക. ഇത് വലിയ പ്രശ്നമായിട്ട് കാണാനൊന്നുമില്ല, ഒരു ചെറിയ ലേറ്റൻസി ഉണ്ട്. പിന്നെ നമുക്ക് ടാബ്ലറ്റ്സിലും അല്ലെങ്കിൽ ഈ അൾട്രാ സീരീസിലൊക്കെ കിട്ടുന്ന പെന്നിൽ നിന്നും ഇത് ഇത്തിരി ഡൗൺ സൈഡ് അടിക്കുന്ന 2-3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഹോവറിംഗ് സംഭവം ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ അതിൽ മൊബൈൽ ഉണ്ട്, നമ്മൾ പെന്ന് മൊബൈൽ ടച്ച് ചെയ്യുന്നില്ല, അതിന്റെ തൊട്ട് മേലെ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ എവിടെയാണോ ആ മൊബൈൽ ടച്ച് ചെയ്യാൻ പോകുന്നത് ആ സ്ഥലം ടച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പോയിന്റർ വെച്ച് കാണിക്കും. ആ പരിപാടി ഇതിലില്ല. പിന്നെ ഈ പെന്നിലെ പ്രഷർ സെൻസിറ്റിവിറ്റി ഇല്ല. അതായത് നമ്മളിപ്പോൾ മൊബൈൽ എടുത്ത് നമ്മൾ ഏത് പ്രഷറിൽ ഈ പെന്ന് വെച്ച് തൊട്ട് കഴിഞ്ഞാലും ഒരേ ടൈപ്പ് ഓഫ് സ്ട്രോക്സ് ആയിരിക്കും വരിക. എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ പെന്നോ പെൻസിലോ വെച്ചിട്ട് അമർത്തി വരയ്ക്കുമ്പോൾ വിട്ട് കൂടുകയും അമർത്താണ്ട് മെല്ലെ വരയ്ക്കുമ്പോൾ വിട്ട് കുറവായിട്ട് ഉള്ള സംഭവം മിമിക് ചെയ്യുന്ന ആ പരിപാടി ഇല്ല. അതായത് പ്രഷർ സെൻസിറ്റിവിറ്റി ഇല്ല. പിന്നെ ഈ പെന്നിലെ എക്സ്ട്രാ ബട്ടൺസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പെന്ന് മാത്രമേ ഉള്ളൂ. വെച്ചാൽ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇറേസർ ഓപ്പൺ ആവുമോ അല്ലെങ്കിൽ വേറെ ആപ്പ് ഓപ്പൺ ആവുന്ന ഒരു പരിപാടി ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഈ പ്രൈസ് പോയിന്റിൽ നമുക്കൊരു സ്റ്റൈലസ് കിട്ടുന്നുണ്ട്, അതൊരു വലിയ കാര്യമാണ്. ഇനി നമുക്ക് ഈ മൊബൈലിലുള്ള വേറെ കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. ആദ്യം എന്താന്ന് വെച്ചാൽ ഇതിൽ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. TWS വന്നുകൊണ്ട് എടുത്തു മാറ്റി ഇപ്പൊ ആരും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ സാധനം തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോഴും പലർക്കും വയേർഡ് ഇയർഫോൺ ആണ് ഇഷ്ടം. അപ്പം അവരുടെ ഒരു കൺവീനിയൻസ്, അവരുടെ ഒരു ഇഷ്ടവും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇവര് ഹെഡ്ഫോൺ ജാക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. മാത്രല്ല ഇതിൽ SD കാർഡ് സ്ലോട്ടും ഉണ്ട്. ഇതൊക്കെ മുന്നത്തെ മൊബൈൽ ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ എടുത്ത് മാറ്റിയതാണ്. അപ്പൊ മോട്ടോറോള വിചാരിച്ചു നമ്മൾ എന്തിനാ ഇതിൽ എടുത്ത് മാറ്റുന്നത്, ഇതൊക്കെ വേണ്ട സാധനങ്ങളല്ലേ എന്ന് പറഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്.
ഇനി അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പെന്നൊക്കെയുള്ള കൊണ്ട് ഒരു ആന്റി ഗ്ലെയർ ലെയർ, അതായത് ചെറുതായിട്ടൊന്ന് പേപ്പറിനെ മിമിക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആന്റി ഗ്ലെയർ ലെയർ ഇതിന്റെ സ്ക്രീനിലുണ്ട്. പിന്നെ ഇതിന്റെ ബോക്സ് തന്നെ 68 വോട്ട് ചാർജിങ് ബ്രിക്ക് ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മൊബൈൽ മാത്രമല്ല, വേണമെങ്കിൽ ലാപ്ടോപ്പ് വരെ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് ബ്രിക്ക് ആണ്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ IP68 റേറ്റിംഗ് ഉണ്ട്. ഈ ഹെഡ്ഫോൺ ജാക്കും സ്റ്റൈലിസിന്റെ പോർട്ടും ഇതൊക്കെ വെച്ചും കൊണ്ട് IP68 കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ പോർട്സും ബട്ടൺസും കൂടുന്നതിനനുസരിച്ച് ഈ വാട്ടർ പ്രൂഫിങ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നിട്ടും 21,000 ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനും ഉണ്ട്. എന്ന് വെച്ചാൽ വലിയ എക്സ്ട്രീം കണ്ടീഷൻസിന്റെ കാര്യമല്ല, അത്യാവശ്യം ഇമ്പാക്റ്റ് ഒക്കെ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പല മോട്ടോ AI ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മളെ കയ്യിൽ ഏതെങ്കിലും ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റിന്റെ ഫോട്ടോ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലത്തെ ടെക്സ്റ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലുള്ള വേറെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൊബൈലിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പം അതിനെക്കുറിച്ച് നമുക്ക് നോട്ട് ടേക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ പവർ ബട്ടൺ നമ്മൾ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോ AI ഓപ്പൺ ആവും. അതിൽ നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാനും പറ്റും. ജേർണൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടെ സ്റ്റൈലിസിന്റെ കൂടെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഓഡിയോ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ആപ്പ് ഡ്രോറിന് ലെഫ്റ്റിലോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസ് ഫീഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിലത്തെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് നോർമൽ ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ഇതിൽ ബാക്കിൽ ഒരു വീഗൻ ലെതർ ആണുള്ളത്. ഇപ്പൊ ഈ അടുത്തായിട്ട് മോട്ടോറോള ഇറക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം വീഗൻ ലെതർ ആണുള്ളത്. പിന്നെ ഫ്രണ്ടില് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 ആണുള്ളത്. പിന്നെ മുന്നേ പറഞ്ഞ പോലെ IP68 റേറ്റിംഗ് കൊണ്ട് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനും ഉണ്ട്. ഇനി ക്യാമറേന്റെ എടുക്കുകയാണെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ നല്ല ക്യാമറ കിട്ടുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് ക്യാമറ സ്പെസിഫിക്കേഷനിലോട്ടേക്ക് പോവാം. ഒരു 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറയാണ് ഉള്ളത്. അതിൽ സോണിന്റെ സെൻസർ ആണുള്ളത്. പിന്നെ OIS ഉണ്ട്. പിന്നെ ഒരു 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് പ്ലസ് മാക്രോ ലെൻസ് ആണ് ഉള്ളത്. പിന്നെ ഒരു തേർഡ് സംഭവം കാണാം, അത് ആംബിയൻ ലൈറ്റ് സെൻസർ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലാണ് ഫോട്ടോ എടുക്കുന്നത് അതിനനുസരിച്ച് ക്യാമറ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഒരു ഒപ്റ്റിമൈസ്ഡ് ഫോട്ടോ കിട്ടാൻ സഹായിക്കും. ബട്ട് ഇതുവരെ നടത്തിയ ടെസ്റ്റിംഗ് ഒക്കെ വെച്ച് അത് വലിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇതിലൊരു 32 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് ഉള്ളത്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 4K 30 FPS വരെ എടുക്കാൻ പറ്റും. പിന്നെ സ്പീക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോൾബി സ്പീക്കറാണ് ഇതിലുള്ളത്. മാത്രമല്ല 3.5mm ഹെഡ്ഫോൺ ജാക്കും ഉണ്ട്. കണക്ടിവിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ NFC ഉണ്ട്, ബ്ലൂടൂത്ത് 5.4 ഉണ്ട്, USB-C 2.0 ഉണ്ട്. ഇനി ബാറ്ററി കപ്പാസിറ്റി ചാർജിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ 5000 mAh ബാറ്ററി ആണ് ഉള്ളത്. 68 വാട്ട് ചാർജ് ചെയ്യുന്ന ചാർജിംഗ് ബ്രിക്കോട് കൂടിയാണ് ഈ സാധനം വരുന്നത്. വിത്ത് മറ്റേ കണക്ടിംഗ് വള്ളി സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ 68 വാട്ട് വയർഡ് ചാർജിങ്ങും 15 വാട്ട് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 3000 nits ആണ്. 6.7 ആണ് ഡിസ്പ്ലേ സൈസ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, കർവ് ഡിസ്പ്ലേ അല്ല. അതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും സംഭവമൊന്നുമില്ല. പണ്ട് കർവ് ഡിസ്പ്ലേ ഒക്കെ ആയിരുന്നു ഇഷ്ടം. പിന്നെ കർവ് ഡിസ്പ്ലേന്റെ മെയിൻ്റനൻസിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതിന്റെ സ്ക്രീൻ ഗാർഡ് കിട്ടൂല, UV സ്ക്രീൻ ഗാർഡ്, പിന്നെ സ്ക്രീൻ റീപ്ലേസ്മെന്റിന്റെ കോസ്റ്റ്, അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് എന്തുകൊണ്ടും നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ആണെങ്കിൽ OS ആൻഡ് ചിപ്സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Android 15 ആണ് പ്രീ ലോഡഡ് ആയിട്ട് വരുന്നത്. 2 years മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടും. പിന്നെ ഇതിന്റെ പ്രൊസസർ Snapdragon 7S Gen 2 ആണ്. സ്റ്റോറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ബേസ് മോഡൽ തന്നെ 256 8GB RAM ആണ് വരുന്നത്. പക്ഷേ UFS 2.2 ഉള്ളൂ. കൂടാതെ SD കാർഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസിൽ AnTuTu സ്കോറും കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ കുറേ കമന്റ്സ് വന്നിരുന്നു. അപ്പോൾ ഇന്നാ പിടിച്ചോ, ഇതിൻ്റെ AnTuTu സ്കോർ ഇതിൽ 6.5 lakh അറൗണ്ട് ആണ് AnTuTu സ്കോർ വരുന്നത്. നമുക്കൊരു കൺക്ലൂഷൻ പറയാം ആർക്കൊക്കെ ഇത് നല്ലതായിരിക്കും. എന്തായാലും ഇത് ഓപ്ഷണൽ ആണ്, ആർക്കും എന്തും ഉപയോഗിക്കാം. പക്ഷേ അക്കോർഡിംഗ് ടു മൈ കാൽക്കുലേഷൻ നിങ്ങൾക്കൊരു ക്യാമറ ഫോൺ ആണ് വേണ്ടെങ്കിൽ ഇതേ പ്രൈസ് പോയിന്റിൽ ഇതിനെക്കാട്ടും നല്ല ക്യാമറ ഫോൺസ് അവൈലബിൾ ആണ്. അതേപോലെ ഇതിനെക്കാട്ടും നല്ല പ്രോസസ്സറുള്ള ഫോൺസ് അവൈലബിൾ ആണ്. ബട്ട് ഒരു സ്റ്റൈലസ് അങ്ങനത്തെ എന്തെങ്കിലും യൂസ് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. കാരണം ഈ ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ഏത് നോക്കുകയാണെങ്കിലും ഈ ഒരു പ്രൈസ് പോയിന്റ് നിങ്ങൾക്ക് സ്റ്റൈലസ് വേണമെങ്കിൽ അത് നിങ്ങൾ എക്സ്ട്രാ ഒരു 1000 rupees അറൗണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരും. മാത്രമല്ല അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് മൊബൈലിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. അല്ലാതെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ അതിൽ പല കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസ് കാണും. അത് മാത്രമല്ല ഒരു എക്സ്ട്രാ കവർ വാങ്ങേണ്ടി വരും.
അതിനും ഒരു എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഗുഡ് ഓപ്ഷൻ ആണ്. ആർട്ടിസ്റ്റിക് ലെവലിലൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ ഈ സ്റ്റൈലിസിനെ കൊണ്ട് അങ്ങനത്തെ സാറ്റിസ്ഫാക്ടറി റിസൾട്ട്സ് കിട്ടണമെന്നില്ല. കാരണം ഇതിൽ പ്രഷർ സെൻസിറ്റിവിറ്റി ഇല്ല, ഹോറിംഗ് ഇല്ല, അങ്ങനെ പല ഡൗൺ സൈഡ്സും ഇതിനുണ്ട്. അപ്പം നിങ്ങൾ ഒരു ആർട്ടിസ്റ്റിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇത് അപ് ടു മാർക്ക് അല്ല. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റൈലിസ് ഉള്ള മൊബൈൽ വേണമെങ്കിൽ കറന്റ് മാർക്കറ്റിൽ 1.2 1.4 ലാക്ക് കൊടുത്തിട്ട് നമുക്ക് ഒരു അൾട്രാ സീരീസിലുള്ള ഫോണേ വാങ്ങാൻ കിട്ടുള്ളൂ. അപ്പം 21,000 ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റൈലിസ് ഉള്ള ഫോൺ വേണമെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗോ ഫോർ ദിസ്. അല്ല ഒരു ക്യാമറ പെർഫോമൻസ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.